السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്നും അനുസരിക്കണമെന്നും എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നും പ്രധാനമായും ഈ ജീവിതത്തിൽ നാം പാലിച്ചു പോകേണ്ട അല്ലെങ്കിൽ നിർബന്ധപരമായിട്ടും നാം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വന്നു. ഒന്നാമത് നമ്മൾ ഇൽമിനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് അത് അനിവാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അറിവ്, തെളിവടിസ്ഥാനത്തിൽ ദീനിനെ കുറിച്ചുള്ള അറിവ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അടുത്തതായിട്ട് ആ അറിവനുസരിച്ച് അമൽ ചെയ്യുന്ന കാര്യവും നമ്മൾ പറഞ്ഞു, അല്ലെ? അമൽ, ഇൽമനുസരിച്ച് അമൽ ഉണ്ടാവണം. ഇൽമനുസരിച്ച് അമൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ദഅവത്താണ്. ദഅവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബാധ്യതയാക്കി നമ്മളെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് അദ്ദഅവ. പ്രവാചകന്മാർ സമൂഹത്തിനെ ദഅവത്ത് ചെയ്ത രീതിയും ആ ദഅവത്തിൽ അവർ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു വരികയാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ആദ്യത്തെ റസൂലാണ്. ഷിർക്ക് സമൂഹത്തിൽ പ്രചരിച്ചതിന് ശേഷം അള്ളാഹു അയച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നാമത്തെ റസൂൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഷിർക്ക് സമൂഹത്തിൽ വന്നതിന് ശേഷം അള്ളാഹു അയച്ച ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തിൽ ദഅവത്ത് നടത്തിയ രീതിയും ആ സമൂഹം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെയാണ് കണ്ടത് എന്നും സൂറത്തുൽ ഹൂദിൽ അള്ളാഹു വളരെ വിശദമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. അവരുടെ സംഭാഷണം, ദഅവത്ത് മുഹമ്മദി ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പരിഗണിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്ത ഒരു പ്രവൃത്തിയാണ് ദഅവത്ത്. നമ്മൾ ദഅവത്ത് ചെയ്യുന്നവരാ. നമ്മൾ നന്മയെ കൽപ്പിക്കുകയും തിന്മയെ നിരോധിക്കുകയും ചെയ്യുന്നവരാ. നമ്മുടെ ക്വാളിറ്റി അതാണ്. മുഹമ്മദി ഉമ്മത്തിന്റെ ഒരു ക്വാളിറ്റി അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഹക്ക് അത് ജനങ്ങൾക്ക് ഒരു നാണക്കേടും ഇല്ലാതെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ആളുകളടുക്കൽ നിന്ന് ഇങ്ങോട്ടൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ദഅവത്ത്. ഒന്നും പ്രതീക്ഷിക്കണ്ട. എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അതിന്റെ പേര് മാറി, പിന്നെ അതിനെ ദഅവത്ത് നിന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെ? ഇങ്ങോട്ടെന്തെങ്കിലും പ്രവാചകന്മാരെല്ലാരും പറഞ്ഞതാണ്, ഞങ്ങൾ നിങ്ങളിൽ നിന്നും ലാ അസ്അലുക്കും അലൈഹി മാല, നിങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പൈസ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. നമുക്ക് എന്തെങ്കിലും തരണമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹിച്ചുകൊണ്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ അല്ല. ഇൻ അജ്രിയ ഇല്ല അലല്ലാ, നമുക്കുള്ള പ്രതിഫലം അള്ളാഹിന്റെ അടുത്ത് നിന്നാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അലൈഹിസ്സലാത്തു വസ്സലാം ഖൗമിനോട് പറഞ്ഞു തുടങ്ങിയതാണ്, നിങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ പറയുന്ന കാര്യം നിങ്ങളുടെ നന്മക്ക. ഈ രൂപത്തിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാധിക്കാനിരിക്കുന്നത് വലിയ ശിക്ഷയാണ്. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം, വേദനാജനകമായ ഒരു ദിവസം.
ഒരു ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭവിക്കുമോ എന്നുള്ളതിനെ പേടിക്കാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഇത് പറയുന്നത്, നിങ്ങളുടെ നന്മക്കാണ്. അല്ലെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആ രീതിയിലാണ് കാര്യങ്ങൾ സംസാരിച്ചത്. ഖൗമിന്റെ മറുപടി, യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ ഫഅതിനാ ബിമാ തഈദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. നൂഹേ, നീ നമ്മളോട് ഒരുപാട് തർക്കിക്കാണ്. അല്ലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദഅവത്തിന്റെ മേഖലയിൽ പൂർവികരെ അപേക്ഷിച്ചുകൊണ്ട് വളരെ ബലഹീനരാണ്. ഒരു ഭാഗത്ത് ഷിർക്കും ബിദ്അത്തും തഴച്ചു വളരുമ്പോൾ മറുഭാഗത്ത് നാമാകുന്ന സലഫി ന്യൂനപക്ഷം വളരെ ക്ഷീണത്തിലാണ്. ദഅവത്തിന്റെ വിഷയത്തിൽ ക്ഷീണത്തിലാണ്. ചിലർക്ക് തോന്നാണ് കുറെ പറഞ്ഞ് മതി, കുറെ ആൾ അങ്ങനെ ഇരുന്നു. അല്ലെ, കുറെ കാലമായിട്ട് നമ്മൾ പറയല്ലേ, ഇനിയിപ്പം പറയണ്ട, ആരാ പറയാനുള്ള വേറെ, കുറെ ആൾ അങ്ങനെ ഇരുന്നു. ചില ആളുകൾ അവിടുന്നും ഇവിടുന്നും പലതും കേട്ടും മതസൗഹാർദ്ദത്തിന്റെ ആളുകളായി. നമ്മൾ എന്തിനാ വെറുതെ ഉടക്കുണ്ടാക്കുന്നത്? ചിലർ നന്നായി, അങ്ങനെ അവർക്ക് തോന്നാണ് അവർ നന്നായി. നമ്മൾ എന്തിനാ വെറുതെ ഉടക്കുന്നത്? എന്തിനാ നമ്മൾ എന്ത് പറയുമ്പോഴും വെറും ചിർക്കും തോഹിന്നും പറഞ്ഞിട്ട് ആളുകൾക്കിടയിൽ ഒരു അങ്ങനെ കുറെ ആൾക്കാർ മിണ്ടാതായി. പ്രവാചകന്മാർ അങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ, സഹാബാക്കൾ അങ്ങനെ മിണ്ടാതിരുന്നിരുന്നെങ്കിൽ, നമ്മൾ ഇന്ന് ദീൻ ആസ്വദിക്കുകയാണ്. നമ്മൾ ഇന്ന് ഹിദായത്തിന്റെ പ്രകാശത്തിലാണ്. അന്ന് ആ സഹാബാക്കൾ ഓടിയത് കൊണ്ടാണ്. പൂർവികന്മാരായ പണ്ഡിതന്മാർ ഊണും ഉറക്കും ഒഴിച്ച് ദീനിന് വേണ്ടി പരിശ്രമിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഹദീസ് എവിടെ? യഥാർത്ഥമായ അഖീദ എവിടെ? യഥാർത്ഥമായ ദീൻ എവിടെ? ലക്ഷക്കണക്കിന് കള്ള ഹദീസുകൾ നിർമ്മിച്ച് മാർക്കറ്റ് ഉണ്ടാക്കി ആളുകൾക്കിടയിൽ പേരുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകളെ പിടികൂടി ഓരോ ഹദീസുകളും ഓരോന്നും വേർതിരിച്ച് പരിശോധിച്ച് ഇതൊക്കെ നിർമ്മിച്ച കള്ള ഹദീസുകളാണെന്ന് വേർതിരിച്ച് തന്നു പണ്ഡിതന്മാര്. ഇല്ലെങ്കിൽ ഒരു ഹദീസ് കേട്ടാൽ ഇത് അള്ളാഹിന്റെ റസൂൽ പറഞ്ഞ ഹദീസാണ് നമുക്ക് അങ്ങനെ തിരിയാ. വലിയ ശക്തമായ ഒരു വിപ്ലവം ദീനിന്റെ വിഷയത്തിൽ മുൻഗാമികൾ നടത്തി, അഖീദക്ക് വേണ്ടി നടത്തി. ജയിലിൽ കടന്നു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് ജയിലിൽ കടന്നു. എന്തിനാ? അബൂ ഹനീഫ റഹിമഹുല്ലാഹ് ജയിലിൽ കടന്നു. എന്തിനാ? അവർക്ക് അടിപൊളിയായിട്ട് ജീവിക്കായിരുന്നു. കൊട്ടാര പണ്ഡിതന്മാരായിട്ട് സുഖലോലുപന്മാരായിട്ട് ജീവിക്കായിരുന്നു ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ്ക്ക്. ആളുകളുടെ സ്വാധീനവും ആളുകളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്ക്ക് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം തെളിയിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ഹീറോ ആയിട്ട് ജീവിക്കായിരുന്നു. പക്ഷെ ഇല്ല, യഥാർത്ഥമായ ദീന് പറഞ്ഞു തുടങ്ങിയപ്പോൾ, ആളുകൾക്ക് ദഅവത്ത് എത്തിക്കാൻ ശ്രമിച്ചപ്പോൾ, ഹക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ ആർക്കും വേണ്ടാത്ത ആളുകളായി. സമൂഹം ഒറ്റപ്പെടുത്താൻ തുടങ്ങി, ഭരണകൂടം ഒറ്റപ്പെടുത്താൻ തുടങ്ങി. ഏതു കാലഘട്ടത്തിലും അങ്ങനെ സംഭവിക്കുള്ളൂ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രമാണിമാരെല്ലാവരും ഒറ്റപ്പെടുത്തി. അവര് പറഞ്ഞു, നൂഹേ നീ ഓവർ തർക്കിക്കാണ് നമ്മളോട്, അല്ലെ, നമ്മൾ പറഞ്ഞു. എന്നിട്ട് അവസാനം അവര് പറഞ്ഞു, ഫഅ്തിനാ ബിമാ തഈദുനാ ഇൻ കുൻത മിനസ് സാദിഖീൻ. നൂഹേ നീ പറയുന്ന സത്യമാണ് എങ്കിൽ ഫഅ്തിനാ നീ കൊണ്ടുവാ, ബിമാ തഈദുനാ നീ നമ്മളോട് പറയുന്നുണ്ടല്ലോ, നമ്മൾ ശിർക്ക് ചെയ്താൽ നമുക്ക് ഇന്ന ശിക്ഷ ഉണ്ട്, ജാറങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന ശിക്ഷ ഉണ്ട്, നരകമാണ്, അല്ലാത്തവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന ശിക്ഷ ഉണ്ട്. കുറെ നാളായല്ലോ നൂഹേ നീ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ഫഅ്തിനാ നീ കൊണ്ടുവാ, നമ്മളൊന്ന് കാണട്ടെ. ബിമാ തഈദുനാ നീ വാഗ്ദാനം ചെയ്യുന്ന ഈ ശിക്ഷയും ഈ പ്രയാസങ്ങളൊക്കെ നീ കൊണ്ടുവാ. ഇൻ കുൻത മിനസ് സാദിഖീൻ നീ പറയുന്ന സത്യമാണ്. 950 വർഷം ഇതന്നെ പറഞ്ഞ് നൂഹ് നബി ക്ഷീണിച്ചു. നമ്മൾ ആലോചിക്കണം, നമ്മൾ 1 മാസം പറഞ്ഞ് 2 മാസം പറഞ്ഞ് പിന്നെ നമ്മളെ വിട്ടു, അല്ലേ? നമ്മള് വിട്ടു. ഗ്രൂപ്പിൽ ആദ്യം നമ്മൾ ചർച്ച നടത്തി, പിന്നെ നമ്മൾ ഒഴിവാക്കി. എന്തോ ആവട്ടെ, വിശ്രമമില്ലാത്ത പോരാട്ടം, അതാണ് ദഅവത്ത്. അല്ലേ, നമ്മള് ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ക്ഷീണിച്ചിരിക്കോ? നമ്മള് ഇന്ന് ജോലി ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും, ജോലി ചെയ്തേ പറ്റുള്ളൂ, അല്ലെ? മാസാവസാനം വരുന്ന ശമ്പളം ആലോചിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? മനക്കെടും. തലവേദനയാണ്, കുറച്ച് കിടക്കണം തോന്നാണ്, ശരിയാവില്ല. നമ്മളെ മനസ്സുള്ളതെന്ന് പറയാ, ഇരുന്നാൽ ശരിയാവില്ല, കിടന്നാൽ ശരിയാവില്ല, തലവേദനക്ക് അവിടെ ഉണ്ടായിക്കോട്ടെ, അപ്പൊ ജോലി എടുക്ക്. വലിയ ഓർഡർ കിട്ടി, പോയേ പറ്റുള്ളൂ, വലിയ പൈസന്റെ ഡീലാണ്, നമ്മൾ മടിച്ചിരിക്കോ റൂമിൽ? ഇല്ല, നമ്മൾ പോവും. ദഅവത്തിന്റെ വിഷയത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ എങ്ങനെയാ മടിക്കുക? ആരെയാ പരിഗണിക്കേണ്ടത്? ആരെയും ബോധിപ്പിക്കേണ്ടത്?
ഹക്ക് പറയാൻ, തൗഹീദ് പറയാൻ ആരെയാ ബോധിപ്പിക്കേണ്ടത്? സമൂഹത്തിന്റെ നല്ല വാക്ക് കേൾക്കാനോ? ഭൂരിപക്ഷ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ? നമ്മൾ വേറെ എന്തെങ്കിലും നേട്ടം സാധിക്കാനോ? പലരും ദഅവത്തിനെ മാറ്റിവെച്ചു അവരുടെ കച്ചവട ലാഭത്തിന് വേണ്ടി. പലരും ദഅവത്തിനെ മാറ്റിവെച്ചു അവരുടെ ചങ്ങാതിമാരെ തെറ്റുന്നത് കാരണത്താൽ. പലരും ദഅവത്തിനെ മാറ്റിവെച്ചു, ഉണ്ടാതായി, തൗഹീദ് പറയാതെയായി, ശിർക്ക് പറയാതെയായി. എന്തിന്? കുടുംബക്കാര് തെറ്റുമോ എന്ന് പേടിച്ചിട്ട്. കുടുംബക്കാരെയും ചങ്ങാതിമാരെയും എല്ലാവരെയും നിലനിൽക്കി നിർത്തി കച്ചവടം ബിസിനസ് ഒക്കെ അടിപൊളിയായിട്ട് പോട്ടെ എന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പലരും മടിച്ചു, ശങ്കിച്ചു. ദഅവത്തർക്ക് വിഷയമില്ലാതായി. എന്നിട്ട് ദഅവത്ത് പറയുന്നതോടെ എന്തിനാ വെറുതെ ഉടക്കുണ്ടാക്കുന്നത്? നല്ലൽക്ക് പോവല്ലേ. ആവായിരുന്നു പ്രവാചകന്മാർക്ക്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ആവായിരുന്നു. ആ നാട്ടുകാരൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടു നടക്കുമായിരുന്നു. എന്താ വേണ്ടച്ച കൊടുക്കുമായിരുന്നു? വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിച്ച ദൗത്യം അത് ശക്തമായ ഒരു ദൗത്യമാണ്. ഇത് ഈ താൽക്കാലികമായ ജീവിതത്തിന്റെ രസങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ട പ്രവാചകന്മാർ ഉമ്മത്തിന് ആഖിറത്തിലേക്കുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിന്റെ ഇടയിൽ അവർക്ക് വേറെ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവസാനം അവർ പറഞ്ഞു, നൂഹയെ നമുക്ക് കാണിക്കും നീ കൊണ്ടുവന്ന, നീ പറയുന്ന ശിക്ഷ. അവസാനം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അല്ലെ, ദഅവത്ത് ചെയ്ത് ക്ഷീണിച്ച നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. ശ്രദ്ധിക്കണം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാചകങ്ങൾ. നമ്മൾ എവിടെയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ എവിടെയുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ഖാല റബ്ബി, അല്ലാഹുവേ, ദഅവ്തു ഖാല റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ. അല്ലാഹുവേ, രാപ്പകലില്ലാതെ ഞാൻ നമ്മുടെ ഉമ്മത്തിനെ വിളിച്ചു, ഞാൻ എൻ്റെ ഖൗമിനെ വിളിച്ചു, ദഅവത്ത് ചെയ്തു, നിന്നിലേക്ക് ക്ഷണിച്ചു. അല്ലാഹ്, രാവെന്നില്ല പകലെന്നില്ലാതെ, ലൈലൻ വനഹാറ, രാവെന്നില്ല പകലെന്നില്ലാതെ. അതിന് ഫിക്സ്ഡ് ടൈം ഒന്നുമില്ല. ഒരു അരമണിക്കൂർ, രാവിലെ മുതൽ വൈകുന്നേരം രാത്രി ഒരു അരമണിക്കൂർ ദഅവത്ത്, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കാണുമ്പോഴൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളേ. നീ എന്താ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ എപ്പോഴും ഈ തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നൂഹ് നബിയോട് അവര് ചോദിച്ചതാ, അന്ന് വാട്സപ്പ് ഉണ്ടെങ്കിൽ നൂഹ് നബിന്റെ അവസ്ഥയായിരിക്കും. ഇന്ന് ഏത് ടൈമിൽ നീ എന്തെങ്കിലും ക്ലിപ്പ് ഇടുന്നുണ്ടെങ്കിൽ തൗഹീദിന്റെ ക്ലിപ്പ്, അത് ശിർക്കിന്റെ ക്ലിപ്പ്, അത് വിദഅത്തിന്റെ ക്ലിപ്പ്, വേറെ പണിയൊന്നുമില്ലേ? നമ്മളെ ടീം ചോദിക്കാം, മുസ്ലിമീങ്ങൾ ചോദിക്കാം, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്, തൗഹീദിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയ ഈ ഗ്രൂപ്പിൽ നിനക്ക് വേറെ ഒന്നും പറയാനില്ല. വേറെ എന്തൊക്കെ പറയാ? നമ്മളെ സുഹൃത്തുക്കളൊന്നും പറഞ്ഞൂടെ? അവിടെയുള്ള ഫോട്ടോ ഒക്കെ എടുത്തിട്ടൂടെ? തിന്നുന്ന ഫുഡ് എടുത്തിട്ടൂടെ? അവിടെയുള്ള കല്യാണത്തിന്റെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞൂടെ? എന്തിനാ അല്ലെ? നമുക്കിതല്ല രസമായിട്ട് എൻജോയ് ആയിട്ട് നമ്മളെ ഗ്രൂപ്പ് പോയിക്കൂടെ? എന്തിനാ ഈ ഇതിന്റെ ഇടയ്ക്ക് തൗഹീദ് ഇടുന്നേ? എന്തിനാ ഇതിന്റെ ഇടയ്ക്ക് ഈ ദീൻ ഇടുന്നേ? എന്തിനാ ഈ ശിർക്ക് ഇടുന്നേ? ലക്ഷ്യം മറന്നു മുസ്ലിം ഉമ്മത്ത്. അല്ലെ, മെല്ലെ 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 നമ്മൾ വേക്കോട്ടടിക്കുക. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? ലൈലൻ വനഹാറ, രാവും പകലും ഇല്ലാതെ. ആരെ കണ്ടാലും നൂഹ് നബിക്ക് ഇതേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. ആരെ കണ്ടാലും നൂഹ് നബിക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ കാലഘട്ടത്തിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമാകുന്ന ഒരു പ്രവാചകൻ ആ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കാണുന്നവരോടൊക്കെ ഇത് പറയാണ്. ആ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. എനിക്ക് വേറെ പണിയൊന്നുമില്ല നൂഹ് എന്ന് ചോദിച്ചു പോലെ അക്കോലത്തിലാ നൂഹ് നബിയുടെ ദഅവത്ത്. അക്കോലത്തിലെ ദഅവത്ത്, രാവും പകലുമില്ലാതെ കാണുമ്പോഴൊക്കെ നൂഹ് നബിക്ക് ഇതേ പറയാനുള്ളൂ, ജനങ്ങളെ നിങ്ങൾ അല്ലാത്തവരെ വിളിക്കല്ലേ, അല്ലാത്തവരെ വിളിക്കല്ലേ, അള്ളാനെ വിളിക്കുക, അള്ളാനെ വിളിക്കുക. എന്ത് പറയുമ്പോൾ നൂഹ് നബിക്ക് ഇതേ പറയാനുള്ളൂ. ഇന്ന് നമ്മളങ്ങനെ പറഞ്ഞറിയാ, ഇവനിക്ക് ഭ്രാന്താണ്, ഇവനിക്ക് ഭ്രാന്താണ്, എപ്പോഴും ഇത്, എപ്പോഴും ഇത്. വേറെ എന്തെങ്കിലും പറഞ്ഞോട്ടെ? ഇതിങ്ങനെ നമ്മൾ കേൾക്കണം. ഞാൻ പറയുന്നു, അതിനാണ് നമ്മൾ ഇത് പഠിക്കേണ്ടത്, നമ്മൾ ഇത് കേൾക്കേണ്ടത്. പ്രവാചകന്മാരുടെ ദഅവത്ത് നമ്മൾ കേൾക്കേണ്ടതും പഠിക്കേണ്ടത് ഇതിനാണ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ മറ്റേ ചെവിയിൽ അത് കേട്ട് വിടണം. അതെ, ഞാൻ അങ്ങനെയാണ്. നമ്മുടെ മുമ്പിൽ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വരണം, നമ്മുടെ മുമ്പിൽ നൂഹ് നബിയുടെ ആ ചിത്രം വരണം, നമ്മുടെ മുമ്പിൽ ഇബ്രാഹിം നബിയുടെ ആ ചിത്രം വരണം, നമ്മുടെ മുമ്പിൽ ഹൂദ് നബിയുടെ ചിത്രം വരണം, നമ്മുടെ മുമ്പിൽ ഷുഐബ് നബിയുടെ ചിത്രം വരണം. അതെ, നാട്ടുകാരെ കളിയാക്കി പരിഹസിച്ച് ഒന്നുമല്ലാതാക്കിയ പ്രവാചകന്മാർ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെക്കാളൊന്നും നമ്മൾ നല്ലതല്ല. നമ്മളിത് ഭ്രാന്തൻ തന്നെ. തൗഹീദ് പറയുന്ന വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വിഷയത്തിൽ നാം ഭ്രാന്തൻ തന്നെ, നമ്മൾ ഭ്രാന്തന്മാരാണ്. നമുക്കതേ പറയാനുള്ളൂ. അല്ലാഹുവേ, രാവും പകലില്ലാതെ ഞാൻ പറഞ്ഞു, അല്ലാഹ്, ലൈല വനഹാറ വഇന്നി കുല്ലമാ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ.
അല്ലാ, ഞാൻ അവരെ വിളിച്ചപ്പോഴൊക്കെ അവർ ഓടുകയാണ്, അവർ ഓട്ടം കൂടി എന്നല്ലാതെ വേറെ ഫലമൊന്നും ഉണ്ടായില്ല. അവർ ഓട്ടം കൂടി, ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ അവര് ഒഴിവാക്കാൻ തന്നെ, എന്റെ മുമ്പിൽ നിൽക്കാൻ തന്നെ അവർ തയ്യാറാകുന്നില്ല. നിന്റെ തൗഹീദ് കേൾക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാൻ താല്പര്യമില്ല റബ്ബേ. ഇവർക്ക് നിന്നെ കുറിച്ച് കേൾക്കാനും പഠിക്കാനും താല്പര്യമില്ല. നിന്നെ പറയുമ്പോഴേക്ക് ഇവരോടാണ്. എന്തെങ്കിലും നിന്നെ കുറിച്ച് ഇടുമ്പോഴേക്ക് ഗ്രൂപ്പിൽ ലെഫ്റ്റ് ചെയ്യാണ്, നമ്മളെ റിമൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ തന്നെ അഡ്മിന്മാർ ഇടപെട്ടുകൊണ്ട് നമ്മളെ നിലക്ക് നിർത്താൻ ശ്രമിക്കുകയാണ്. തൗഹീദ് പറയാൻ പാടില്ല, ശിർക്ക് പറയാൻ പാടില്ല. നൂഹ് നബി പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ ഇത് പറയുമ്പോഴൊക്കെ ആളുകൾ ഓടുകയാണ്, ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. അല്ലാഹുവേ, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടിയൊക്കെ ഞാൻ അവരെ വിളിക്കുകയാണ്. എന്തിനാ ഞാൻ അവരെ വിളിക്കുന്നത്? എന്തിനാ? നീ അവർക്ക് പുറത്തു കൊടുക്കാൻ, അവർ നന്നായിക്കോട്ടെ, അവർ സ്വർഗത്തിലെത്തി. എന്തെങ്കിലും ഭൗതികമായ നേട്ടം ആഗ്രഹിച്ചാണെന്ന് നമുക്ക് പറയാം. ഈ കടന്ന മനക്കേടൊക്കെ എന്തെങ്കിലും ചിക്കിളി കിട്ടാനാണെന്ന് പറയാം. എന്തെങ്കിലും ഭൗതികമായ നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് എങ്കിൽ നമുക്ക് എന്തിനാ ഈ പ്രവാചകന്മാരെ അടങ്ങാറാകുന്നത്? എന്തിനാ ഈ പരിഹാസങ്ങളും കുത്തുവാക്കുകളും ചെയ്തിട്ട് ഈ ദഅവത്ത് ചെയ്യുന്നത്? ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടണമെങ്കിൽ ഭയാനകമായ ഒരു ലോകം വരാനുണ്ട്, കാലാകാലം മരണമില്ലാത്ത ഒരു നരകം വരാനുണ്ട്, മരണമില്ലാത്തൊരു ലോകം വരാനുണ്ട്. അവിടെയാണ് പ്രയാസങ്ങൾ ഉള്ളത്. പിന്നെ മരിക്കൂല. ആ സങ്കടങ്ങൾ എന്നും സങ്കടമാണ്, ആ ദുഃഖങ്ങൾ എന്നും ദുഃഖമാണ്. ആ പ്രവാചകന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തടങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാർ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ശിക്ഷ വരാനുണ്ട്. വേറൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെ നീ അവർക്ക് പുറത്തു കൊടുക്കാൻ, നീ അവർക്ക് മാപ്പാക്കി കൊടുക്കാൻ ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെ അല്ലാഹുവേ, അവരവരുടെ കൈ രണ്ട് ചെവിട്ടിലിട്ടിട്ട് ഓടിക്കളയാണ്. അല്ലെ, ചെവിട്ടിൽ ഇങ്ങനെ കൈ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കേൾക്കൂല. നൂഹ് പറയുന്നത് നമുക്കൊന്നും കേൾക്കണ്ട. നൂഹ് തൗഹീദ് പറയുന്നത് നമുക്ക് കേൾക്കേ വേണ്ട. നമ്മൾ കുറെ പാരമ്പര്യമായിട്ട് നമ്മൾ പാലിച്ചു പോരുന്ന നമ്മളുടെ ഒരു സംസ്കാരമുണ്ട്. നമ്മളുടെ ഒരു പാരമ്പര്യ ആരാധനാ രീതിയുണ്ട്. അതിനൊക്കെ ഒഴിവാക്കിയിട്ട് നൂഹേ, നീ പറയുന്ന ഈ തൗഹീദ് നമുക്ക് കേൾക്കണ്ട, നീ പറയുന്ന ഈ ദഅവത്ത് നമുക്ക് കേൾക്കണ്ട, നീ പറയുന്ന ഈ ദീൻ നമുക്ക് കേൾക്കണ്ട. ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം. അല്ലാഹ് പറയാണ് നൂഹ് നബിയുടെ ഖൗമ് ചെയ്ത ആ പ്രവൃത്തി അല്ലാഹ് കറക്റ്റ് ചെയ്ത് നമ്മുടെ മുമ്പിൽ വ്യക്താക്കാണ്. അവരെന്താ ചെയ്തെന്നറിയോ? അവർ വിരലെന്ത് ചെയ്യും? ചവിട്ടി കുത്തി കയറ്റും. ജഅലു അസാബിഅഹും ഫീ ആദാനിഹിം ഫസ്തഗ്ശൗ സിയാബഹും. അവരവരുടെ ഡ്രസ്സ് കൊണ്ട് എന്ത് ചെയ്യും? നൂഹിനെ കാണും, എന്ത് ചെയ്യും? മൊത്തം പതിക്കും. നമ്മൾ ആരാന്ന് തന്നെ അറിയണ്ട. നൂഹ് തടി സലാമത്താക്കും. കേൾക്കാൻ അവർ തയ്യാറാവില്ല. അള്ളാഹിനെ കുറിച്ച് കേൾക്കാൻ, തൗഹീദിനെ കുറിച്ച് കേൾക്കാൻ, ശിർക്കിന്റെ അപകടത്തെ കുറിച്ച് കേൾക്കാൻ, ബിദ്അത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല. അള്ളാഹിനെ കുറിച്ചുള്ള ക്ലിപ്പ് എടുത്ത് അള്ളാഹിനെ കുറിച്ചല്ല പറയുന്നത്, ഒന്ന് കേട്ടുകളയില്ല, നമുക്ക് കേൾക്കണ്ട. അള്ളാഹിനെ മാത്രമേ വിളിക്കാവൂ എന്ന് പറയുന്ന നമുക്ക് കേൾക്കണ്ട. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കണ്ട. ശിർക്ക് അപകടമാണ് എന്ന് പറയുന്ന ക്ലിപ്പ് നമുക്ക് കേൾക്കണ്ട. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനത്തെ ക്ലിപ്പ് ഇടുകയും വേണ്ട. നമ്മൾക്ക് മുമ്പിൽ അങ്ങനത്തെ സംസാരിക്കണ്ട. തൗഹീദ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വിഷയം നമുക്ക് തൽക്കാലം സംസാരിക്കണ്ട, നമുക്ക് വേറെന്തെങ്കിലും പറയാം. നമുക്ക് വേറൊന്നും പറയാനില്ല. 950 വർഷം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതേ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ നമുക്ക് അതേ പറയാനുള്ളൂ. നമ്മളുടെ ഖൗമ് ശിർക്കിലാണ്, നമ്മുടെ സമൂഹം ശിർക്കിലാണ്. നാം കാണുന്ന 10 പേരിൽ 8 പേരും ശിർക്കിലാണ്. നാം സംസാരിക്കുന്ന 10 പേരിൽ 8 പേരും ശിർക്കിൽ കൂപ്പുകുത്തി കിടക്കുകയാണ്. അവരോട് നമുക്ക് വേറൊരു സൗഹൃദവും പറയാനില്ല. അവരോട് നമുക്ക് വേറെ ഒരു കാര്യം പറയാനില്ല. നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, അള്ളാഹു അല്ലാത്തവരെ വിളിക്കരുത്, നിങ്ങൾക്ക് ഭയാനകമായ ഒരു ശിക്ഷ വരാൻ പോവാണ്. നമുക്ക് അതേ പറയാനുള്ളൂ. ഫസ്തഗ്ശൗ സിയാബഹും. അവരെ കാണുമ്പോഴൊക്കെ, നൂഹ് നബിയെ കാണുമ്പോഴൊക്കെ ഇവരെന്ത് ചെയ്യും? ഇവരെ ഡ്രസ്സ് കൊണ്ട് പുതച്ചിട്ട് അല്ലാഹുവേ, അവര് അഹങ്കാരം കൊണ്ട് ഇങ്ങനെ ശഠിച്ചു നിൽക്കാണ്. അല്ലാഹുവേ, അഹങ്കാരികളായിട്ട്. നമ്മൾ പ്രമാണിമാര്. നൂഹിനെ വിശ്വസിച്ചവരാരാ? നൂഹിനെ വിശ്വസിച്ചത് നാട്ടിലെ ലോക്കൽസ് ആണ് നൂഹിന്റെ കൂടെ ഉള്ളത്. നമ്മളൊക്കെ നേതാക്കന്മാര്, നമ്മളൊക്കെ കുറച്ച് സെറ്റപ്പുള്ള ആളുകൾ. അതുകൊണ്ട് നൂഹിനെ കേൾക്കാൻ അവർ തയ്യാറായില്ല. ഫസ്തഗ്ശൗ സിയാബഹും
അവർ ആ ശിർക്കിൽ ഷടിച്ചു നിന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറയാണ്, അള്ളാഹുവേ, ഞാൻ അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും എന്നും ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾക്ക് സന്താനങ്ങളും സമ്പത്തുമാണോ വേണ്ടത്? നിങ്ങൾക്ക് അരുവികളും തോട്ടങ്ങളും സമ്പത്തും സന്താനവും സമൃദ്ധമായിട്ട് അള്ളാഹു തരും. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്, നിങ്ങൾ തൗബ ചെയ്, നിങ്ങൾ ഇതിൽ നിന്ന് മടങ്ങ് എന്ന് ജനങ്ങളോട് ആവർത്തിച്ച് അള്ളാഹുവേ ഞാൻ അവരോട് പറഞ്ഞു. അലം തറൗ കൈഫ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങൾ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്ന് ജനങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്തേ നിങ്ങൾ അള്ളാഹ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കാത്തത്? ഒരു മഹത്വം കൊടുക്കാത്തത്? നിങ്ങൾ വെറും ജാറത്തിന്റെ പിന്നിലേക്കാണല്ലോ, നിങ്ങൾ വെറും ഔലിയാക്കളും മശായിഖന്മാരും പറഞ്ഞിട്ട് അവരെ പിന്നോട്ട് പോവാണല്ലോ. എന്തേ അള്ളാഹുവിന് ഒരു മഹത്വം നിങ്ങൾ കൊടുക്കാത്തത്? എന്തേ അള്ളാഹുവിന് ഒരു പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാത്തത്? എന്തേ അള്ളാഹുവിന് ഒരു അളമത്ത് നിങ്ങൾ കൊടുക്കാത്തത്? നൂഹ് നബി ചോദിക്കാണ്, നമ്മളിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹിനെ പറ്റി പറയുമ്പോൾ അവർക്ക് കേൾക്കണ്ട, അള്ളാഹുവിനെ പറ്റി തൗഹീദിനെ പറ്റി പറയുമ്പോൾ കേൾക്കാൻ താല്പര്യമില്ല. അതേ സ്ഥാനത്ത് ഔലിയാക്കളെ വലിയവായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാരങ്ങളെ കുറിച്ച് മണിക്കൂറുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, മഖബറകളെ കുറിച്ച് മണിക്കൂറുകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ക്ലാസ് എടുത്താലും ഏതെങ്കിലും ഔലിയാനെ കുറിച്ചോ ഏതെങ്കിലും തങ്ങളെ കുറിച്ചോ ഏതെങ്കിലും ഷെയ്ഖിനെ കുറിച്ചോ വാദോരാതെ സംസാരിക്കാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന തൗഹീദിന്റെ ഒരു ക്ലിപ്പ് കേൾക്കാൻ അവർക്ക് കഴിയുന്നില്ല. നൂഹ് നബി ചോദിക്കാണ്, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്ക് പറഞ്ഞ സർവ്വതും നൽകിയ റബ്ബിനെ, ആകാശവും ഭൂമിയും നിങ്ങൾക്ക് ആവശ്യമായ സർവസ്വവും നിങ്ങൾക്ക് ഒരുക്കി തന്ന അള്ളാഹുവിനെ എന്തേ നിങ്ങൾ മഹത്വം കൊടുക്കാത്തത്? അള്ളാഹ് പറയാണ്, വമകറു മകറൻ കുബ്ബാറ, പുറമെ അവർ കുതന്ത്രങ്ങളും കാണിച്ചു തുടങ്ങി. അവർ ജനങ്ങളോട് പറയാൻ തുടങ്ങി, ഖാലു, അവർ പറഞ്ഞു, ലാ തദറുന്ന ആലിഹതകും. ഇത്രയും കാലം നൂഹ് നബി ദഅവത്ത് നടത്തിയവരെ ഇതിന്റെ ഇടക്ക് പ്രമാണിമാര് അവരിറങ്ങിയിട്ട് പറയാൻ തുടങ്ങി നാട്ടുകാരോട്. നൂഹ് നബി ആളുകൾ വിശ്വസിച്ചു പോവോ എന്ന് പേടിയിൽ അവരെന്ത് പറയാൻ തുടങ്ങി? ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളെ ജാറങ്ങളെ വിടരുത് കേട്ടോ. നൂഹ് അങ്ങനെ പലതും പറയും. ലാ തദറുന്ന ആലിഹതകും, നിങ്ങൾ നിങ്ങളുടെ ആലിഹത്തുകളെ വിടരുത്. വദ്ദൻ വലാ സുവാഅ യഊഖിനെയും നസ്റിനെയും യഗൂസിനെയും ഒന്നും വിടല്ലേ. നൂഹ് അങ്ങനെ പലതും നിങ്ങളോട് പറയും. നൂഹ് അങ്ങനെ വന്നിട്ട് പല പ്രസംഗവും നടത്തും, പല ക്ലാസ്സും നടത്തും. അത് കേൾക്കാനേ നിൽക്കണ്ട. പ്രമാണിമാരെ നസീഹത്താണ്, പ്രമാണിമാരുടെ ഉപദേശമാണ് അവർ മൂടിപ്പതച്ച് പോകുന്നത്, അല്ലെ? നമ്മൾ ഇന്നും കാണുന്നതാണ്, അല്ലെ? സലഫികളുടെ സംസാരം കേട്ടേക്കല്ലേ, കേട്ടാപ്പെടും എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ ഒരു മനുഷ്യന്റെ ഫിത്രത്ത് അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാനും ആ അള്ളാഹുവിന്റെ മഹത്വം പറയുമ്പോൾ ഉൾക്കൊള്ളാനും പാകത്തിനാണ്. അള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പാകത്തിനാണ് ഓരോ മനുഷ്യന്റെയും ഫിത്രത്ത്. ആകാശത്തെ കുറിച്ച് പറയുമ്പോഴും ഭൂമിയെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ വിശാലമായ അത്ഭുതങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഏതൊരു മനുഷ്യനും ഒരു വേള ഉടമസ്ഥനായ റബ്ബിനെ കുറിച്ച് ആലോചിക്കും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഖുർആൻ നിറച്ച് അള്ളാഹു ആകാശത്തെയും ഭൂമിയെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലെ? പ്രവാചകന്മാർ പറഞ്ഞു, നൂഹ് നബി പറഞ്ഞു, ആകാശത്തെ നിങ്ങൾ കാണുന്നില്ലേ, ഭൂമിയെ ഇതൊക്കെ അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സ് മുഴുവനായിട്ടും അള്ളാഹുവിലേക്ക് എത്തും. അള്ളാഹുവിന്റെ റുബൂബിയത്ത് പറയുമ്പോൾ അള്ളാഹു ഇല്ലേ നമുക്ക് തന്നത്, പിന്നെ എന്തിനാ നമുക്ക് ഇവര് എന്ന് ചിന്തിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അതാ ചെയ്തത്, അള്ളാഹുന്റെ റസൂലും അതാ ചെയ്തത്, അല്ലെ? അള്ളാഹു പറഞ്ഞു, നബി അവരോട് ചോദിക്കുക, ആകാശം സൃഷ്ടിച്ചതാര്, ഭൂമി സൃഷ്ടിച്ചതാര് എന്നൊക്കെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ആവർത്തിച്ച് അവരെ കാതുകളിലേക്ക് എത്തുമ്പോ ഇതൊക്കെ തന്നത് അള്ളാഹു ആണല്ലോ എന്ന് ചിന്തിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി മനുഷ്യന്റെ ഫിത്രത്ത് അതാ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറയുമ്പോൾ പ്രമാണിമാർ ആളുകളൊക്കെ പറഞ്ഞു, നൂഹ് പറയുന്നത് കേൾക്കണ്ടേ. നൂഹ് ഇങ്ങനെ പലതും പറയും, ലാ തദറുന്ന ആലിഹതകും, നിങ്ങളുടെ ഇലാഹുകളെ വിടണ്ട. അവസാനം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദഅവത്തിന്റെ രംഗത്ത് നാം പറഞ്ഞു വന്നത്, നമ്മൾ ക്ഷീണിച്ചിരുന്നുകൂടാ. നമ്മൾ ക്ഷീണിച്ചാൽ, നമ്മളൊന്ന് വായടക്കിയാൽ, നമ്മളൊന്ന് കണ്ണടച്ചാൽ, നമ്മളൊന്ന് മിണ്ടാതിരുന്നാൽ
ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഈ കണ്ട പ്രവാചകന്മാരും സഹാബാക്കളും കഠിനാധ്വാനം ചെയ്ത് നമ്മളെ കൈകളിലേക്ക് ഏൽപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നാം കൊല്ലാൻ കൊടുക്കുന്നതിന് തുല്യമാണ്. ആ നമ്മൾ വെറുതെ ഇരിക്കും, നമ്മുടെ കാര്യം നോക്കിയിട്ട് നമ്മൾ ഞാൻ ഒന്നിനുമില്ലേ, ഞാനൊരു ചർച്ചക്കുമില്ല, ഞാനൊരു ദഅവത്തിനുമില്ല, ഞാനൊരു ക്ലാസ്സിനും ഇല്ല, തൊയ്ത് പറയാറ് ഞാനില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പൊയ്ക്കോളാവേ. പിന്നെ വേറെ ആരാ ഉള്ളേ? നമ്മളെല്ലാരും അങ്ങനെ തീരുമാനിക്കണം. എന്താ എല്ലാവർക്കും ഇല്ല മക്കള്, എല്ലാവർക്കും ഇല്ല ഭാര്യ, എല്ലാവർക്കും ഇല്ല കുടുംബം, എല്ലാവർക്കും ഇല്ല ജോലി, എല്ലാവരും അവരവരെ കാര്യം നോക്കിയിരുന്നാൽ ഈ ദഅവത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾ ഉപദേശിച്ചതാണ്, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഒരുപക്ഷെ സഹാബാക്കളെ അടുത്ത വർഷം നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്ന് ഒരായത്താണ് നിങ്ങൾ പഠിച്ചതെങ്കിലും നിങ്ങൾ അത് എത്തിക്കണം. നമ്മളുടെ നിർബന്ധ ബാധ്യതയാണ് ഇത് പറഞ്ഞു കൊടുക്കൽ. പരിഹസിക്കും, ആളുകൾ പരിഹസിക്കും, കളിയാക്കാൻ തുടങ്ങും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം അള്ളാഹിനോട് പറഞ്ഞു, വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. സഹീഹത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഒരു കാഫിറിനെയും നീ ഭൂമിയിൽ ബാക്കി വെക്കല്ല അള്ളാഹ്, ഒരാളെ നീ വെറുതെ വിടല്ല അള്ളാഹ്. എപ്പോഴാ പറയുന്നത് നൂഹ് നബി ഇത്? 1 മാസം കഴിഞ്ഞിട്ടാ? 2 മാസം കഴിഞ്ഞിട്ടാ? 950 വർഷം. 950 വർഷം ദഅവത്തിന്റെ വർഷമാണ്, ദഅവത്ത് ചെയ്ത വർഷമാണ്. 900, അതെങ്ങനെയാ? ലൈലൻ വനഹാറ, രാവും പകലും ഇല്ലാതെ 950 വർഷം. വേറെന്തെങ്കിലും വിഷയം ഉണ്ടോ? സക്കാത്ത്, നോമ്പ്, സദഖ, പലിശ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം, തൗഹീദ് മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കണം നൂഹിന്റെ പിന്നെ ദഅവത്ത്. നമ്മൾ മാസത്തിലൊരു പരിപാടി, വർഷത്തിലൊരു സമ്മേളനം, അത് എന്തിനാ നടത്തുന്നതെന്നൊക്കെ അല്ലാഹു ആലം. ഫായിദ കിട്ടുന്നവർ കിട്ടും, നടത്തുന്നവർ ആലോചിക്കണം. നമ്മൾ പോരാ. സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ നടത്തേണ്ടതല്ല. നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണിത്. ദിവസവും നമ്മളെ ദഅവത്തിന്റെ ചർച്ചകൾ നടക്കണം, ദിവസവും നടക്കണം, ആഴ്ചയിൽ നടക്കണം. ഈ നമ്മളുടെ ഈ ഷിർക്കിന്റെയും കുഫറിന്റെയും വിദഅത്തിന്റെ ആളുകൾക്ക് ഒരു തലവേദനയാവണം നമ്മുടെ ദഅവത്ത്. തലവേദനയാവണം അവർക്ക്. വീടാന്തരം, പള്ളികൾ സജീവമാവണം, മിമ്പറുകൾ സജീവമാവണം. നമ്മളെ മിമ്പറുകൾ, ആ മിമ്പറുകളിൽ നിന്ന് ഖുതുബ കേൾക്കാൻ ആളുകളെ നമ്മൾ എത്തിക്കണം. പള്ളിയിൽ ആളുകൾ എത്തിക്കണം. എല്ലാ ദിവസവും വരുന്ന ആളുകൾ, നമുക്ക് പരിചയമുള്ള ഒരാളെ കൈയോടെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇന്ന് എൻ്റെ കൂടെ ഖുതുബക്ക് വാ, ഇന്നൊരു ദിവസം നമ്മൾ കൂട്ടിക്കൊണ്ടുപോകണം നമ്മുടെ പള്ളിയിലേക്ക്, നമ്മുടെ നാട്ടിലത്തെ പള്ളിയിലേക്ക്. ആ രൂപത്തിൽ ആഴ്ചകൾ ദിവസങ്ങളിലും ചർച്ച ദഅവത്ത് രൂക്ഷമാവണം ദഅവത്ത്. അല്ലാതെ നമ്മൾ മാസത്തിൽ ഒരിക്കലും ഒരു മീറ്റിംഗ് കൂടിയിട്ടാ നമുക്കൊരു പരിപാടി വെച്ചാലോ, ഒരു പരിപാടി പിന്നെ ഒരു മാസത്തേക്ക് ഒന്നുമില്ല, ഒരു ചർച്ചയില്ല, ഒന്നുമില്ല. കുറെ കഴിയുമ്പോൾ തോന്നുന്നു നമുക്കൊരു പരിപാടി കൂടി വെക്കണ്ടേ, ഒരു പരിപാടി കൂടി വെക്കണം. 2 മാസം കഴിയുമ്പോ ഒരു പരിപാടി, അതിലാരെങ്കിലും വന്ന്. ഇതൊരു ഇബാദത്താണ്. ഇത് മാസത്തിൽ കൂടെ നടത്തേണ്ട ഒരു പ്രോഗ്രാം അല്ല, ഇതൊരു ഇബാദത്താണ്. ദഅവത്ത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ദിവസവും അതിന്റെ ചർച്ചകൾ നടക്കണം. നമ്മൾ ഏതെങ്കിലും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയെങ്കിലും നമുക്ക് പിടിക്കണം, അയാൾ എങ്ങനെയെങ്കിലും നമ്മളെ തൗഹീദിലേക്ക് കൊണ്ടുവരണം. നമ്മളെ പ്ലാന് വേണം, അയാളെ പിന്തുടരണം, അയാൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ കൈപിടിച്ചാൽ വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഒന്ന് പോയി കൈപിടിച്ചാൽ വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ കൈപിടിക്കാൻ ആളില്ലാതായിപ്പോയി. അതാണ് സത്യം. നമ്മളൊന്ന് പറഞ്ഞാൽ, നമ്മളൊന്ന് സൗഹൃദത്തോടു കൂടി കൂട്ടിയണച്ചെന്ന് തൗഹീദിലേക്ക് അവരൊന്ന് നടത്തിച്ചാൽ നമ്മളെ കൂടെ നടക്കാൻ തയ്യാറാകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ എത്തിയിട്ടില്ല നമ്മുടെ ദഅവത്തിന്റെ സെറ്റപ്പ്, അല്ലേ? സത്യം അതല്ലേ? ആണ്. അതുകൊണ്ട് സജ്ജമാവണം ദഅവത്തിന്റെ രംഗത്ത്. ഒന്നും പ്രതീക്ഷിക്കാതെ
ഒന്നും പ്രതീക്ഷിക്കാതെ ദഅവത്തിന്റെ രംഗം സജ്ജമാവണം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവസാനം സൈകിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ നീ ആരും ബാക്കി വെക്കല്ല അല്ലാഹ്. ലാ തദറുന്ന വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. ഒരു കാഫിറിനെയും, ആരാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? നമുക്ക് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഒരു കാഫിറിനെയും അള്ളാഹു നീ ഇവിടെ ബാക്കി വെക്കല്ലേ. ഇന്നക ഇൻ തദർഹും, ഇനി എങ്ങാനും നീ ഇവരെ ബാക്കിയാക്കിയാൽ, അള്ളാഹിനോട് നൂഹ് നബി പറയാണ്. ആ നൂഹ് നബിയുടെ വാക്കുകൾ അള്ളാഹ് സ്വീകരിക്കാൻ പോവാണ്. ആ വാക്കുകൾ അള്ളാഹു സ്വീകരിക്കാൻ പോവാണ്. എങ്ങനെ ദഅവത്ത് നടത്തിയിട്ടാണ് അള്ളാഹു ആ വാക്കുകൾ സ്വീകരിക്കുന്നത് ആലോചിക്കണം. 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ അവസാന വാക്കുകൾ അള്ളാഹു സ്വീകരിക്കാൻ പോവാണ്. ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക. ഏ അല്ലാഹ്, ഇവരെ എങ്ങാനും നീ അങ്ങ് വെറുതെ വിട്ടാൽ നിന്റെ അടിമകൾ ഇവര് പിഴപ്പിക്കും അല്ലാഹ്. വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ. തമ്മാടികളെയും കാഫിരീങ്ങളെയും അല്ലാതെ ഇവർ ജനിപ്പിക്കൂല റബ്ബേ. അതുകൊണ്ട് നശിപ്പിച്ച് കള അല്ലാഹുവേ, ഒന്നിനും ബാക്കി വെക്കല്ല അല്ലാഹുവേ പറഞ്ഞു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അത് പറയലോടുകൂടി ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള തീരുമാനം ഉണ്ടായി. 950 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടണം, ഒരാഴ്ച കൊണ്ട് റിസൾട്ട് കിട്ടണം. ഒരു പരിപാടി നടത്തി, കാര്യമായിട്ടുള്ള ആരും ഒന്നും ഇല്ലല്ലോ, വെറുതെ പൈസയും ചെലവാക്കി പരിപാടി നടത്തിയിട്ട് ഇപ്പൊ എന്താ കാര്യം? എന്തുണ്ടായ? നമ്മളെ അവസ്ഥയാണ്, നമ്മളിപ്പോ എല്ലാ ദിവസവും ക്ലാസ് വെക്കുന്നില്ലേ, എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായേ? നമ്മൾ ആർക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നത്? എന്തിനാ ചെയ്യുന്നത്? നമ്മൾ ആലോചിക്കണം. നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമുക്ക് ആരും ബോധിപ്പിക്കാനില്ല, നമുക്കൊന്നും നേടാനുമില്ല. അള്ളാഹുവിന്റെ ദഅവത്ത് നമ്മൾ 3 ആളിരുന്ന് സംസാരിച്ചാൽ 4-മതൊരാൾ കയറി വന്നാൽ തീർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അലി, നിന്നെ കൊണ്ട് ഒരാൾ ഹിദായത്തിലായാൽ, ഒരൊറ്റ ആള് ഹിദായത്തിലായാൽ അതാണ് ഏറ്റവും ഖൈർ അലി. നിനക്ക് ചുവന്നൊട്ടകത്ത് നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈർ അതാണ്. ഒരാൾ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ദഅവത്ത് നടത്തി, ഒരാളാണ് തൗഹീദ് സ്വീകരിച്ചത്. അയാൾ ശിർക്കിലായിരുന്നു, ജാറത്തിൽ പോകുന്ന ഒരാളായിരുന്നു. ഇന്ന് അയാൾക്ക് അല്ലാഹ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എന്തിനും ഏതിനും അല്ലാഹ് എന്ന് വിളിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജീവിതം സഫലമായി. അങ്ങനെ ചിന്തിക്കണം നാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദഅവത്ത് നമ്മളുടെ നിർബന്ധ ബാധ്യതയാണ്. ഒരു ദിവസത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതുപോലെ അതിനേക്കാൾ നമ്മുടെ കടമയാണ് ദഅവത്ത്. അതുകൊണ്ട് ഓരോ വ്യക്തിപരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അങ്ങനെ ഗ്രൂപ്പുകളിലായിക്കോട്ടെ, ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പ്ലാറ്റ്ഫോമുകളാണ്, നമ്മൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മളുടെ മെസ്സേജ് പോവാതിരിക്കരുത്. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും ആഗ്രഹിക്കണ്ട. ഇഖ്ലാസോട് കൂടി ദഅവത്തിന് ഇറങ്ങുക. ഒരുപക്ഷെ കളിയാക്കും, പരിഹസിക്കും, എല്ലാം ഉണ്ടാവും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ കേൾക്കലോടുകൂടി അള്ളാഹുവിന്റെ തീരുമാനം വന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കിത് പറയണം. എന്താണ് പിന്നെ അള്ളാഹു അങ്ങോട്ട് തീരുമാനിച്ചത്, എന്താണ് പിന്നെ ആ നാട്ടിൽ നടന്നത്? നെളിഞ്ഞു നടന്ന നാട്ടിലെ പ്രമാണിമാരും, നെളിഞ്ഞു നടന്ന നൂഹ് നബിയെ കളിയാക്കിയ പരിഹസിച്ച നാട്ടിലെ പ്രമാണിമാരും മുതലാളിമാരും പൈസക്കാരും ജനസ്വാധീനം കൊണ്ടും ആൽബളം കൊണ്ടും നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിയാക്കി ആളുകളെ കൂട്ടത്തിൽ ഒന്നുമല്ലാതെ അപമാനിച്ച ആ നാട്ടുകാർക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങൾ നമുക്കിത് പറയണം. നൂഹ് നബിനെ പറയണം, ഹൂദ് നബിനെ പറയണം, ശുഐബ് നബിനെ പറയണം. അങ്ങോളം ഇങ്ങോളം പ്രവാചകന്മാരുടെ ദഅവത്ത് എന്താണ് നമുക്ക് പഠിക്കണം. അപ്പോഴേ നമുക്ക് എന്ത് വരുള്ളൂ. നമുക്കൊരു അടി കിട്ടിയാലും, നമ്മളെ പരിഹസിച്ചാലും, നമ്മളെ കളിയാക്കിയാലും ഈ പരിപാടിയിൽ നിന്ന് ബേക്കോട്ട് അടിക്കാൻ ഞാനില്ല എന്ന് ആർജവത്തോടു കൂടി പറയാൻ അപ്പോഴേ നമുക്ക് പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.